പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ. ഈ വചനഭാഗത്തിൽ യേശു നമ്മളെ ഉണർത്തുന്നത്, യേശു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്വരം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ തീഷ്ണത കാണിക്കാതെ നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീഷ്ണത കാണിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച്, നമുക്ക് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ സൗന്ദര്യത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ സൗകര്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് സമയമുണ്ട്. എന്നാൽ ബൈബിൾ വായിക്കുവാനായിട്ടോ ദിവ്യബലിയിലെ എല്ലാ ദിവസമുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ടോ ഒക്കെ പോകുവാനായിട്ട് നമ്മൾ മടി കാണിക്കുന്ന പലരുമുണ്ട്. അപ്പം നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പണമൊക്കെയും ഇന്ന് നമ്മുടെ കൈകളിൽ കാണും, പക്ഷെ നാളെ അതുണ്ടാകും എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാം. അങ്ങനെയാകുമ്പോൾ സമാധാനവും സന്തോഷം നിറഞ്ഞ ജീവിതം നമ്മൾക്ക് ലഭിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.